ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. അയ്യോ എൻ്റെ പൊന്നോ, ഒന്നും പറയണ്ട. ഇതെന്ന് പറയുന്നത് നമ്മളിന്ന് അൺബോക്സ് ചെയ്യുന്നത് ഹാലോ എന്ന് പറഞ്ഞൊരു കമ്പനി പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, നമ്മൾ റിംഗ് ലൈറ്റും സ്റ്റാൻഡും അതിൻ്റെ കൂടെയുള്ള ട്രൈപോഡൊക്കെയാണ് ഓർഡർ കൊടുത്തത്. അപ്പോൾ അത് കിട്ടി. ഇതെൻ്റെ എത്രാമത്തെ റിംഗ് ലൈറ്റ് എന്ന് വെച്ചാൽ എനിക്ക് തന്നെ അറിയത്തില്ല. ഓരോന്ന് വാങ്ങിക്കും, എന്തെങ്കിലും ഒരു കുഴപ്പം വരും, അതില്ലാതെയാകും. പിന്നെ ഞാൻ വാങ്ങിക്കണ്ട എന്ന് വിചാരിച്ചിരുന്ന ഒരു ഐറ്റം ആയിരുന്നു. പക്ഷെ നമ്മൾ കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യുമ്പോഴും അല്ലാതെ നമ്മൾ ഇൻസ്റ്റാ റീൽസൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കണമെങ്കിൽ ലൈറ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു നമുക്ക് ഒരു കമ്പനി പ്രോഡക്റ്റ് ഇച്ചിരി പൈസ കൂടിയാലും നമുക്ക് വാങ്ങിക്കാം, നല്ലൊരു കമ്പനി നോക്കി വാങ്ങിക്കാം. അപ്പം ഞാൻ ഈ കമ്പനി സെലക്ട് ചെയ്യാൻ കാരണം എന്തെന്ന് വെച്ചാൽ, ഞാൻ ഇതിൻ്റെ മൈക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെനിക്ക് കുറച്ച് നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നി. അതുപോലെ തന്നെ നമുക്ക് ഫോൺ അഡാപ്റ്റ് ചെയ്ത് കണക്ട് ചെയ്ത് ഉപയോഗിക്കാനും പറ്റും. അപ്പം മൈക്കിൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ലൊരു ഹാപ്പിനെസ് കിട്ടി. വാങ്ങിച്ചപ്പോൾ ഒരു നഷ്ടബോധവും എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ കമ്പനി തന്നെ ഇതും നമുക്ക് വാങ്ങാം. അപ്പോൾ അങ്ങനെ ഞാൻ സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് ആ കമ്പനിയുടെ റിംഗ് ലൈറ്റും സ്റ്റാൻഡും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണിത്. അപ്പോൾ ഇപ്പോഴും ആ റിംഗ് ലൈറ്റിന് ഒരു പ്രശ്നവും വന്നിട്ടില്ല. കുറച്ചുകൂടെ നല്ല ബ്രൈറ്ററാണ്. വെട്ടം നമുക്ക് എടുത്ത് നിൽക്കുന്നുണ്ട്. മറ്റുള്ള റിംഗ് ലൈറ്റിനെ അപേക്ഷിച്ച് ഇതിലെ ലൈറ്റ് സെറ്റിങ്സൊക്കെ വളരെയധികം സൂപ്പർ ഡൂപ്പറാണ് ഗൈസ്. അപ്പം ഞാനിത് അൺബോക്സിങ് ചെയ്തു. ഇതിനെ ഫിറ്റ് ചെയ്യണ കാര്യം സാധാരണ മറ്റുള്ള റിംഗ് ലൈറ്റ് ഫിറ്റ് ചെയ്യണത് പോലെ തന്നെയാണ് ഇതിൻ്റെ ഫിറ്റിങ്ങും. ഇതിൽ പിന്നെ സ്റ്റാൻഡിൽ ഇച്ചിരി വ്യത്യാസമുണ്ട്. പിന്നെ ഇതിൻ്റെ അതിൽ ഘടിപ്പിക്കുന്ന സ്റ്റാൻഡ് അത് മറ്റുള്ളതിനേക്കാളും ഞാൻ ഇത്രയും നാൾ ഉപയോഗിച്ചതെല്ലാം സാധാരണ രീതിയിൽ റിംഗ് ലൈറ്റുകളാണ്. പക്ഷേ അതിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടു. ഇതിൻ്റെ സ്റ്റാൻഡ് ഇച്ചിരി നമ്മളിങ്ങനെ അനക്കുമ്പോഴത്തേക്ക് ഇച്ചിരി ആടുമെങ്കിലും നമുക്ക് സ്റ്റാൻഡിൻ്റെ കാര്യത്തിൽ മറ്റതിനേക്കാളും നല്ല നീളമുണ്ട് ഗൈസ്. അപ്പം ഞാനിത് വെക്കുന്നതാണ്, ഫിറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ആദ്യമായിട്ടാണ് ഈ കമ്പനിയുടെ ഈ പ്രോഡക്റ്റ് തന്നെ ഞാൻ സെറ്റ് ചെയ്യാൻ എടുക്കുന്നത്. എനിക്ക് മറ്റുള്ള റിംഗ് ലൈറ്റ് വെച്ച് ശീലമുള്ളൂ. പിന്നെ നമ്മൾ ഒരു ലൈറ്റ് വെച്ച് ശീലിച്ചാൽ പിന്നെ ബാക്കിയുള്ളത് നമ്മൾ തുടരുകയും ചെയ്യുമല്ലോ. അപ്പോൾ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്കിതങ്ങ് ഭയങ്കരമായിട്ടങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ കണ്ട എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിത് എന്ത് ചെയ്യട്ടെന്ന് വിചാരിച്ച് തപ്പിക്കൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് അതിൻ്റെ അന്തവും കുന്തവും ഒന്നും അറിയത്തില്ല. അപ്പം ഞാൻ അതിൻ്റെ നീളം കൂട്ടാനായിട്ട് അതിൻ്റെ ഓരോ സ്ട്രാപ്പ് ഇതേപോലെ ഒന്ന് ഘടിപ്പിച്ച് കൊടുക്കുകയാണ് ഊരിയിട്ട്. അപ്പോൾ ഇത്രയും നീളത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നല്ല നീളമുള്ള റിംഗ് ലൈറ്റാണ്. അപ്പോൾ ഇത്രയും പൊക്കത്തിന് അത് പോകുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ റിംഗ് ലൈറ്റിൻ്റെ അടിഭാഗം, അതായത് നമ്മൾ ഘടിപ്പിക്കേണ്ട ആ ഭാഗത്തുള്ള അത് നമുക്ക് ഒന്ന് ഊരി കൊടുക്കാം. ഊരിയിട്ടാണ് ഞാൻ ഘടിപ്പിച്ചിരിക്കുന്നത്. കാരണം മറ്റതിൽ വെക്കുമ്പോഴത്തേക്ക് സ്റ്റാൻഡ് ഇരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനത് മാറ്റി. അങ്ങനെ റിംഗ് ലൈറ്റ് സെറ്റാക്കി ലൈറ്റൊക്കെ ഇട്ട് നോക്കിയപ്പോൾ അടിപൊളി വെട്ടമായിരുന്നു. അപ്പോൾ എനിക്ക് ഈ റിംഗ് ലൈറ്റ് മൊത്തത്തിൽ അങ്ങ് ഇഷ്ടപ്പെട്ട് പിന്നെ അവസാനമായിട്ട് വാങ്ങിച്ചതാണ് ഈ റിംഗ് ലൈറ്റ്. അങ്ങനെയൊക്കെ ഇപ്പോൾ പറയുമെങ്കിലും ഇതൊക്കെ പൊട്ടിപ്പോയാൽ വീണ്ടും വാങ്ങിക്കേണ്ടി വരെ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.